വിഷ്ണുമായ എന്ന് പറയുന്നത് മഹാദേവന്റെയും ശ്രീ പാർവതിയും പുത്രനായിട്ടാണ് സങ്കല്പിക്കുന്നത്. നമ്മൾ ആചരിച്ചു പോന്നിരുന്ന മൂർത്തിയെ ഉയർന്ന ജാതിക്കാർക്ക് സ്വീകാര്യത വരാത്തത് കൊണ്ട് ഇത് നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരു മന്ത്രവാദമാണെന്നും സവർണർ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള ഒരു വിവേചനം നേരത്തെ തുടങ്ങിയിട്ടുണ്ടായി. ഗോത്രവർഗക്കാരാണ് ചാത്തൻ ചാത്തൻ എന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ 1008 ശാസ്ത്രാലയങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു ശാസ്ത്രാലയമാണ് ശബരിമലയിലുള്ളത്. രാജ്ഞി പുലിപ്പാല് ചോദിച്ചതും അയ്യപ്പൻ കാട്ടിൽ പോകുന്നു, പുലിയെ പിടിച്ചു കൊണ്ടുവരുന്നു. അതായത് പുലിയല്ല, അത് യഥാർത്ഥത്തിലെ ശിവഭൂതഗണങ്ങളാണ്. അപ്പോൾ അയ്യപ്പൻ ഇവിടെ വരികയും അത് ഒരു നുണക്കഥയായിരുന്നു, രാജ്ഞിക്ക് അസുഖമില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യം പന്തള രാജാവിനോട് പറഞ്ഞു. അതായത് സത്യമില്ലാത്ത സ്ഥലത്ത് ഇനി എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ശരമെയ്യുന്നു. ആ സ്ഥലത്താണ് എനിക്ക് സ്ഥാനം കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ആ ശരമെയ്യുന്ന സ്ഥലത്ത് അവിടെ അവർ ചെല്ലുമ്പോൾ ഇദ്ദേഹം ആ ശരീരം വെടിഞ്ഞിട്ട് അവിടെ നേരത്തെ തന്നെ ഗോത്രവർഗക്കാരാൽ ആചരിച്ചു പോന്നിരുന്ന ഒരു ശാസ്താവിൻ്റെ സങ്കല്പം ഉണ്ടായിരുന്നു. ആ സങ്കല്പത്തിലേക്ക് ഈ ചൈതന്യം ചേക്കേറുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് അവിടെ അയ്യപ്പ മന്ത്രങ്ങൾ കൊണ്ട് ആരാധനകൾ നടത്തുന്നത്. പിന്നെ അവിടെ മകരം 1 തുടങ്ങി മകരം 5 വരെ വിശേഷാൽ കളമെഴുത്തും പാട്ട്. അതെന്താന്ന് വെച്ചാൽ യോഗനിദ്രയിൽ നിന്ന് ഇദ്ദേഹത്തെ ഉണർത്തി ആ 5 ദിവസം പാട്ടും കാര്യങ്ങളും നടത്തി 5-ാം ദിവസം നമ്മൾ ശരംകുത്തിയാൽ വരെ ആനപ്പുറത്ത് അദ്ദേഹത്തെ എഴുന്നള്ളിച്ച് വീണ്ടും തിരിച്ചു വന്ന ശാസ്താവിനെ തൊഴുത് അദ്ദേഹത്തിൻ്റെ മണിമണ്ഡപത്തിലേക്ക് വിലയം പ്രാപിക്കുന്നു. അതിനുശേഷം അവിടെ ഈ ശബരിമല സീസൺ കഴിഞ്ഞ് അവസാനം വരുന്ന ഒരു കർമ്മമാണ് മാളികപ്പുറത്തമ്മയ്ക്കുള്ള ഗുരുതി. അപ്പൊ അവിടെ നേരത്തെ ഗുരുതി സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ശരിക്കും തനത് കേരളീയ ആചാരപ്രകാരം, ഗ്രാമീണ രീതിയിലുള്ള ആചാരപ്രകാരമാണ് എല്ലാ പൂജകളും പണ്ട് നടന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ പഴയ സംസ്കാരത്തിൽ നിന്ന് പയ്യെ വിട്ടുപോകുന്നത്. അല്ലേ? അതുകൊണ്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ഒരു വ്യത്യാസം ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും ഇപ്പോൾ ഞാൻ കുറ്റം പറയുകയല്ല, മിക്ക ആൾക്കാരും മഹാക്ഷേത്രങ്ങളിൽ പോകാൻ വളരെ താല്പര്യം കാണിക്കും. ഗുരുവായൂർ പോവുക, ശബരിമലയിൽ പോവുക, അല്ലെങ്കിൽ തിരുപ്പതി പോവുക. ഇതൊക്കെ പോകുന്ന നല്ലത് തന്നെയാണ്. അതിൻ്റെതായ ഇതുണ്ട്. നമ്മളുടെ മുറ്റത്തെ ദേവനെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പൂർവികരായിട്ട് ആചരിച്ചു പോന്നിരുന്ന മൂർത്തികളെ മറന്നുകൊണ്ട് നമ്മൾ എവിടെയും പോയിട്ട് കാര്യമില്ല. പലപ്പോഴും ഈ പഴയ വീടുകാർ ഈ ആചരിച്ച വീട് സർപ്പത്തിനെ വെച്ച് ആചരിക്കുന്നു, ചതുർസ്വാമിയെ വെച്ച് പൂജിക്കുന്നു. അങ്ങനെ പൂജിച്ച ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം അതെല്ലാം നിർത്തുകയാണ്. അവർക്ക് മോശമായിട്ട് ഈ ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടെന്നാൽ ഇതൊക്കെ ദുർമൂർത്തികളാണ്. അത് അവരെ പൂജിക്കുന്നത് ദുർമന്ത്രവാദത്തിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ നിർത്തിക്കളഞ്ഞ ഒട്ടനവധി ആളുകൾക്ക് ക്ഷയം പറ്റിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും പറ്റിയിട്ട്. എന്താണ് അവർക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത്? അതായത് അങ്ങയുടെ ഒരു നിർദ്ദേശം അങ്ങനെയുള്ള ആൾക്കാർ. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു പിടിവള്ളി എന്നുള്ള രൂപത്തിൽ ഈ ഒരു മൂർത്തിയിലേക്ക് പല ആൾക്കാരും വലയം പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചെറിയ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗുണങ്ങൾ കിട്ടി ഒരു സമുദായത്തിൽ ഒരു നിലയും വിലയൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെയുള്ള മൂർത്തികളെ ആരാധിക്കുമ്പോൾ ഞെട്ടി ചുളിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സമുദായത്തിൽ. നമ്മളെ അകറ്റി നിർത്തുക ഈ ഒരു മൂർത്തിയെ ആരാധിക്കുന്നതിൻ്റെ പേരിൽ. അത് സവർണരുടെ അടിച്ചേൽപ്പനമാണ് അതിൻ്റെ പ്രധാന കാരണം. മനസ്സിലായില്ലേ? ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമേ പൂജാവിധാനങ്ങൾ ചെയ്യാൻ അധികാരമുള്ളൂ. അവർ ചെയ്താലേ അത് ശരിയാവൂ. മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇരിക്കുന്നൊരവസ്ഥയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഏതൊരു കുടുംബത്തിൻ്റെയും ഉന്നതിക്കും ഐക്യതയ്ക്കും അവരുടെ പൂർവിക ആചാരണം തിരിച്ചു കൊണ്ടുവന്നാൽ ഒരു പരിധി വരെ നമ്മുടെ കർമ്മങ്ങളെല്ലാം നന്നായി നമുക്ക് സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ നേരത്തെ പറഞ്ഞപ്പോൾ ചാത്തസ്വാമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങ് പറക്കുട്ടി ചാത്തൻ, തീക്കുട്ടി ചാത്തൻ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ എത്ര തരം ചാത്തന്മാരുണ്ട്? അതായത് 400 ചാത്തന്മാരാണ് പ്രധാനമായിട്ടും ഉള്ളത് എന്നാണ് പറയുന്നത്.
അത് ഈ അത് ഒരു ഈ കൂളിവാകയെ കണ്ട് മോഹിച്ച് ഒരു അസുരൻ വന്ന് ആക്രമിക്കുമ്പോൾ ഈ 10 ചാത്തന്മാര് സ്വയം ഓമിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 390 ചാത്തന്മാരാണ് നമ്മളുടെ ഇതിലുള്ളത്. അതിലും പ്രധാനമായിട്ട് കുറച്ച് ചാത്തന്മാര് ഉണ്ട്. ഒരു 10 ചാത്തന്മാരോ അല്ലെങ്കിൽ ഓരോ കുടുംബക്കാരും ഓരോ സങ്കല്പത്തിലുള്ള ആരാധനയെ. ചിലവര് പറക്കുട്ടി ചാത്തനെ ആരാധിക്കണു, ചിലവര് കരിങ്കുട്ടി ആരാധിക്കണു, തീക്കുട്ടി ചാത്തനെ ആരാധിക്കണു. അപ്പൊ ഇങ്ങനെ ഓരോ, അതായത് പൂർവികർക്ക് ഒരു ഇഷ്ടപ്രകാരം കൊണ്ടുവന്ന് ആരാധിച്ചിരുന്ന ഒരു മൂർത്തിയാണിത്. മനസ്സിലായില്ലേ? അപ്പൊ ഭയങ്കരമായ വിധാനങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ പ്ലാവിൻ ചോട്ടില് ഒരു ഏതാ ശക്തിയുടെ ശില വെച്ച് അതിൽ ആചരണം നടത്തുക. കാലക്രമേണ അതിലൊരു ശക്തി വരുന്നു. അതിൽ നമ്മളെ വിശ്വാസം, നമ്മുടെ കർമ്മം ആ ആരാധന കൊണ്ട് ശരിയാവും, കുടുംബമെല്ലാം ഐക്യത്തോടെ നിൽക്കും. അതങ്ങനെ നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ പിന്നീട് അത് മാറി. അദ്വൈതത്തിന്റെ അടിസ്ഥാനമായ ആവശ്യം തന്നെ ചാത്തൻ സ്വാമിയെ കുറിച്ചുള്ള വികലമായ ധാരണ മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മൂർത്തിയെ ആരാധിക്കും, അതിനുശേഷം അതിൽ നിന്നും ഉണ്ടായിരുന്ന എല്ലാ ബെനിഫിറ്റുകളും ലാഭം കിട്ടിയ ശേഷം തള്ളി പറയുന്ന അവസ്ഥയിലേക്ക് ഇപ്പം അങ്ങ് സൂചിപ്പിച്ചു. കുറേ നാൾ കഴിഞ്ഞാൽ ഞാൻ ആരാധിച്ചു, ഒരു വലിയ നിലയിലേക്ക് എത്തി, അതിനുശേഷം ഞാൻ ചാത്തൻ സ്വാമി അങ്ങനെ പറയുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല, ഇങ്ങനെ ആ രീതി ആ രീതിയാണല്ലോ ഏറ്റവും അപകടകരമായ. അങ്ങനെയുള്ളവർക്കാണല്ലോ നെഗറ്റീവായിട്ടുള്ള എല്ലാം തീർച്ചയായും. അത് സത്യം പറഞ്ഞാൽ അതൊരു എന്തുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കാര്യം? അല്ല, നമ്മളിപ്പോ പല വീഡിയോകളിലും പല ഇതിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഒരാൾ പെട്ടെന്ന് ജീവിതത്തിൽ ഉയർന്നാൽ, ഒരാൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ആയി, വളരെ സാധാരണക്കാരനായ ഒരാള് പെട്ടെന്ന് സൗകര്യങ്ങളൊക്കെ ആയി, അപ്പൊ അടുത്തുള്ളവരൊക്കെ പറയും അവന് വല്ല ചാത്തൻ സേവ ഉണ്ടാവുന്നു, അല്ലെ? ഇത് നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് സ്ഥിരം കേൾക്കുന്ന ഒരു വചനമാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ആ മൂർത്തിയെ വേണ്ട രൂപത്തിൽ നമ്മൾ ആരാധിച്ചാൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പലപ്പോഴും ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. അത് പലപ്പോഴും ആൾക്കാർക്ക്, ജനങ്ങൾക്ക് ഇപ്പോൾ ചാത്തസ്വാമിയെ ആരാധിക്കുന്നവർ തന്നെ അതിനെ വേറെ രീതിയിൽ അതിനെ ഉപയോഗിക്കുവാനായിട്ട്, ആ ആരാധന ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർക്ക് തിരിച്ചടി ഉണ്ടാവുന്നതെന്ന് അങ്ങ് സൂചിപ്പിച്ചു. അത് എങ്കിൽ തന്നെയും പലരും അതിന് അങ്ങനെയുള്ളൊരു ഉദ്യമത്തിലേക്ക് പോകുന്നുണ്ടല്ലോ. അല്ല, ഇതിപ്പോ വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താണ് അതിന്റെ പോസിറ്റിവിറ്റി, എന്താണ് അതിന്റെ നെഗറ്റിവിറ്റി എന്നൊന്നും അറിയാതെ ഇവ എല്ലാവരും ഇതിന്റെ പുറകെ പോണ ഒരു കാലഘട്ടമായിട്ടാണ് വരുന്നത്. അതിലിപ്പോ നമ്മൾ ഉത്തമമായിട്ട് ഉത്തമ ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ തൃപ്രയാർ അമ്പലത്തിൽ പോയാൽ കാണും അലക്ഷ്യമായിട്ട് ചാത്തന്റെ ഫോട്ടോകളും പിന്നെ പ്രതിമകളും ഒക്കെ അവിടെ വെച്ച് പോയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ അന്വേഷിച്ചപ്പോ കുറച്ച് നാളൊക്കെ അത് അവിടെ വെക്കും, പിന്നെ അത് അവരുടെ അടുത്ത് മുമ്പിലത്തെ പുഴയിലേക്ക് ഇടുന്ന പറയണേ. അപ്പൊ ഇതിലെന്താന്ന് വെച്ചാ ഇത് ആരാധിക്കണേനൊരു രീതിയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു കുട്ടിച്ചാത്തൻ എന്നാണ്, ബാലശാസ്താവ്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ വാത്സല്യപൂർവം സ്നേഹിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കുന്നു, അതേമാതിരി സ്നേഹിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ മൂർത്തി പ്രസാദിക്കൂ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഒരു ചാത്തന്റെ ഫോട്ടോ മേടിച്ചു കൊണ്ടുവന്ന് വിളക്ക് വെച്ച് നാളെ തുടങ്ങി പ്രാർത്ഥിച്ചാൽ നമുക്ക് അത് ഗുണം കിട്ടിക്കോളണമെന്നില്ല. ചാത്തൻ എന്ന് പറയുന്ന മൂർത്തി അത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാളല്ല. നമ്മളത് എങ്ങനെ അദ്ദേഹത്തിന്റെ ചൈതന്യം നമ്മൾ ഉപയോഗിക്കും, എന്തെങ്കിലും ദുഷ്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണോ, ഇതെല്ലാം നോക്കിയിട്ടാണ് ആ മൂർത്തി നമ്മൾക്ക് അനുഗ്രഹം തരുന്നത്. അപ്പൊ ഈ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഗുണം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഒരു സമയപരിധി ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ അവർ അതിനെ കൊണ്ട് ഉപേക്ഷിക്കുകയാണ്. കാരണം ഇത് നടക്കില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഒരു ശ്രമം തുടങ്ങുകയും അത് ഇടയ്ക്ക് വെച്ചിട്ട് അത് പെട്ടെന്ന് ബലം കിട്ടിയില്ലെങ്കിൽ, ഇവരുടെയൊക്കെ ചിന്ത അങ്ങനെയാണല്ലോ, ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നാളെ ബലം കിട്ടുന്ന, അങ്ങനെ ബലം കിട്ടിയില്ലെങ്കിൽ ഉപേക്ഷിക്കുക. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ പണ്ട് ചാത്തൻ സ്വാമിയെ സേവിച്ചിരുന്നത് അന്നത്തെ ആചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഇന്ന് ആചാരം മാറി എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും മാറിയ അവസ്ഥയിൽ അതിൻ്റെ ഫലം കുറവാണ് എന്ന് അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങ് നിർദ്ദേശിക്കുന്നത് ഈ പഴയ ആരാധനാക്രമത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണമെന്നാണോ? അല്ല, പഴയ ആരാധനക്രമത്തിലേക്ക് മടങ്ങി പോകണമെന്ന് ഞാനിവിടെ പറയുന്നില്ല. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചാത്തൻ എന്ന മൂർത്തിയെ നമ്മൾ എങ്ങനെ ആരാധിക്കണമെന്ന്. സ്നേഹമാണ് ഭഗവാന് വേണ്ടത്.
ഏതൊരു മൂർത്തിയാണെങ്കിലും നമ്മളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അല്ലാണ്ട് നമ്മളെ എന്ത് കൊടുക്കണോ എന്നുള്ളതിനെ ആസ്പദമാക്കിയല്ല ഒരു മൂർത്തിയും നമ്മളെ അനുഗ്രഹിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കാലത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അങ്ങനെ ഒരു ആരാധന തുടർന്നു കൊണ്ടുപോയി. ഇന്ന് നമ്മൾക്ക് ഇന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ യാതൊരു കുഴപ്പമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സത്യത്തിൻ്റെ ഒരു മൂർത്തി ആയതുകൊണ്ട് നമ്മൾക്ക് എപ്രകാരം അദ്ദേഹത്തെ ആരാധിക്കാൻ പറ്റുമോ അതേമാതിരി ചെയ്താൽ മതി. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് കൊണ്ടുപോകുന്ന ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്രേഷനൊക്കെ വരുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യും. ഇപ്പൊ പലയിടത്തും ഞാൻ കണ്ടുവരുന്നൊരു പ്രവണത എന്താ വെച്ചാൽ, ഒന്നുകിൽ ആൾക്കാർ നല്ല രീതിയിലായി കഴിഞ്ഞാൽ ഇതിനെ ശ്രദ്ധ കുറഞ്ഞ് മാറ്റും. അപ്പൊ അതിനെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ, അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തന്നാൽ, എല്ലാ ദിവസവും നമ്മൾ ഒരു സമയത്ത് ഒരാൾക്ക് ആഹാരം കൊടുക്കുകയാണ്. അപ്പൊ പിന്നെ ഒരു സുപ്രഭാതത്തിൽ അത് നിർത്തുകയാണ്. പിന്നെയും അയാൾ ആ സമയത്ത് അത് പ്രതീക്ഷിച്ചു വരും. ആദ്യത്തെ ദിവസം വരും, കിട്ടിയില്ല, പോവും. രണ്ടാമത്തെ ദിവസം വരും, മൂന്നാമത്തെ ദിവസം പോവും. പിന്നെ വരുമ്പോൾ അയാൾക്കൊരു വെറുപ്പ്, ഒരു വിദ്വേഷം ഒക്കെ വരും. അപ്പം നമ്മൾ തന്നെയാണ് ഇതിനെ നെഗറ്റീവ് ആക്കണേ, അല്ലാണ്ട് ഒരിക്കലും ഈ മൂർത്തി ഒരു നെഗറ്റീവ് മൂർത്തിയല്ല. മനസ്സിലായി? പലപ്പോഴും ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ നമ്മുടെ ഈ ആരാധനാക്രമത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് സിനിമാ മേഖലയിലും മറ്റുള്ള ആൾക്കാർ ഒരു വലിയ വിശ്വാസത്തിലൂടെയാണ് ചാത്തസ്വാമിയുടെ അടുത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പക്ഷേ അവരെല്ലാവരും ഈ പ്രമുഖരായ സിനിമാ താരങ്ങൾ മാത്രമല്ല, പ്രമുഖരായ ഒട്ടനവധി ആളുകൾ ചാത്തൻ സേവ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ തുറന്നു പറയാൻ മടിക്കുന്നത് ഒരു പക്ഷേ ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കും. അവർക്ക് ബെനിഫിറ്റ് കിട്ടുകയും പക്ഷേ പിന്നീട് അവർക്ക് ലാഭം കിട്ടുകയും അതിനകത്ത് ബലം കിട്ടുകയും അത് പിന്നീട് അത് പുറത്തു പറയാൻ മടിക്കുകയും ചെയ്യുന്ന ഒരു പക്ഷേ. അല്ല, ഞാൻ ചോദിക്കണ ഒറ്റ കാര്യം, നമ്മൾക്കൊരു ബെനിഫിറ്റ് കിട്ടിയാൽ എന്തിനത് മടിക്കണം പുറത്തേക്ക് പറയാൻ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആവശ്യം നമ്മൾ ഇന്ന മൂർത്തി ആരാധിക്കണമെന്ന് നമ്മൾ സ്വധൈര്യം പറയേണ്ടതാണ്. അല്ലാണ്ട് നമ്മൾ പേടിച്ച് പോകേണ്ട ഒരു കാര്യം അതിനകത്തില്ല. യഥാർത്ഥത്തിൽ ഈ രണ്ട് കാര്യത്തിനാണ് ഈ അഭിമുഖം എന്ന് നമ്മൾ ചെയ്തത്. ഒന്നാമത്തെ കാര്യം, എന്താണ് ചാത്തൻ സ്വാമി എന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണ നമ്മുടെ ജനങ്ങളിലുണ്ട്. രണ്ടാമത്തെ കാര്യം, സ്വാമിയിൽ നിന്നും നമുക്കൊരു ബലം കിട്ടിയാൽ ആ ബലം പുറത്തു പറയുന്നതിൽ എന്തിനാണ് നമ്മൾ മടിക്കുന്നത് എന്നുള്ള ചോദ്യവും, അല്ലേ? ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ കാര്യം, എല്ലാവരും ഈ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പറയുന്ന ഒരു ഉപാസനാമൂർത്തിയാണ്, ദുരാചാരത്തിൻ്റെ മൂർത്തിയാണ് എന്ന് ചില ആൾക്കാർ സങ്കല്പിക്കുന്ന ആ ഒരു ചോദ്യത്തിനും അങ്ങ് ഉത്തരം നൽകി കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ചാത്തസ്വാമി എന്ന് പറഞ്ഞാൽ നമുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു സങ്കല്പമാണ് അങ്ങ് പറഞ്ഞത്. ഇത് അങ്ങേ ഒട്ടനവധി പേര് വിമർശിക്കാൻ ഇടയാവും, അല്ലേ? അങ്ങ് പറയുന്നത് അല്ല, ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ അനുഭവമാണ് ഞാനിവിടെ പറഞ്ഞത്. അല്ലാണ്ട് അതിനകത്ത് വേറെ ഒന്നുമില്ല. വിമർശിക്കുന്നവർ വിമർശിക്കും, അത് ഞാൻ ധൈര്യമായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നേരിടും എന്നുള്ള മനോഭാവത്തിലാണ് ഞാൻ. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് തുടർ ചർച്ചകളാവാം. വളരെ സന്തോഷം ഞങ്ങളോട് സംബന്ധിച്ചതിന്. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് ശ്രീകൃഷ്ണദാസ്, അദ്ദേഹം ചാത്തസ്വാമിയുടെ ഉപാസകൻ കൂടിയാണ്. അദ്ദേഹം നമുക്ക് പങ്കുവെച്ച വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ചാത്തൻ സ്വാമി എന്ന് പറഞ്ഞാൽ ഉപാസനാമൂർത്തിയല്ല, അത് പരമശിവനും ശ്രീപാർവതിക്കും ഉണ്ടായിരിക്കുന്ന അവരുടെ സന്തതിയാണ് എന്നുള്ള ഒരു ഇൻഫർമേഷനും, അതുകൂടെ തന്നെ എങ്ങനെയാണ് ചാത്തസ്വാമിയെ ആരാധിക്കേണ്ടത് എന്നുള്ള ഒരു ക്രമവുമാണ് പറഞ്ഞത്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഒരു ബാലസ്വരൂപത്തിലുള്ള സ്വാമിയുടെ ആ രൂപം മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് ഉറപ്പായും ലഭ്യമാകുമെന്നാണ് ശ്രീകൃഷ്ണദാസ് ജി നമ്മളോട് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.